ഹലോ, വെൽക്കം ബാക്ക് ടു ഹൈസിൻസ് മോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് സീരീസിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതേ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ഡെസേർട്ട് സഫാരിയുടെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയറും കൂടെ ചെയ്യുക. ഇവിടെ നിന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് നമ്മളൊരു പാക്കേജ് ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാക്കേജിൽ എല്ലാതും ഇൻക്ലൂഡഡ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഡൂൺ വാഷിങ്, സാൻഡ് ബോർഡിങ്, ക്യാമൽ റൈഡ്, മെഹന്തി ടാറ്റു, പിന്നെ ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, അൺലിമിറ്റഡ് BBQ ഡിന്നർ, അങ്ങനെ എല്ലാതുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു തന്നെ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ചെയ്യും. അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന പിക്കപ്പ് ടൈമിങ് ഉച്ചയ്ക്ക് 2:30 കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ഈ ഡൂൺ വാഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ക്യാമ്പിലോട്ടാണ് കേട്ടോ കൊണ്ടുപോയാക്കുന്നത്. ആ ക്യാമ്പിലാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഡെസേർട്ടിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവർ കാറൊന്ന് നിർത്തും കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഈ ഡൂൺ വാഷിങ് ചെയ്യുന്ന ഈ കാറിൽ ഫുൾ എയർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർ കളയാനായിട്ടാണ് ഇവരവിടെ നിർത്തുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ആക്ച്വലി ഞങ്ങളിത് വേണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മോനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഓൻ തന്നെയാണ് കേട്ടോ അധികം എൻജോയ് ചെയ്തത്. ഓന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പോയത്. നമുക്ക് പോകുന്ന വഴിയിൽ എങ്ങനെ ക്യാമൽസിനൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ക്യാമ്പിലെത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ ക്യാമൽ റൈഡിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാമൽ റൈഡ് ഒരു ഷോർട്ട് റൈഡാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമ്മളിവിടെ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് റൈഡും കൂടെ ഞങ്ങൾക്ക് പോവാം. അപ്പോൾ നമ്മൾ രണ്ടിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏകദേശം ആക്ടിവിറ്റീസും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇൻക്ലൂഡഡ് അല്ലാത്ത എന്ന് വെച്ചാൽ ഈ സ്ക്വാഡ് ബൈക്കൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ പാക്കേജിൽ ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ഒരു 6:30 ശേഷമാണ് കേട്ടോ ഇവർ ഈ പ്രോഗ്രാമൊക്കെ ഇവിടെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ സൺസെറ്റ് കണ്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാൻഡ് ബോർഡിങ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബ്രോവും ഞാനും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എൻ്റെ മോനും ഇതിൽ കയറണം എന്ന് പറഞ്ഞു.
അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഈ മെഹന്തി ടാറ്റു ഇടാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു ബേസിക്കാണ് കേട്ടോ. സോ ഒരു കയ്യിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പൂ പോലെയൊക്കെ ഇങ്ങനെ വരച്ചു തരുള്ളൂ. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മെഹന്തി കയ്യിൽ ഫുള്ളൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ ഒരു ഇട്ടുതരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പാക്കേജിൽ അത് വരുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫ്രെയിമും ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇവരെ നാഷണൽ ബേർഡ് ആയിട്ടുള്ള ഫാൽക്കൺ ബേർഡാണ്. നമ്മുടെ മേലെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 10 dirhams ആണ് ഒരാൾക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവർ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 6:30ക്കാണ് ഇവർ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ബെല്ലി ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റാർട്ടേഴ്സൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ സീറ്റിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവർ ഡിന്നറും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ബെല്ലി ഡാൻസാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഈ ക്യാമ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന കൾച്ചറൽ പ്രോഗ്രാംസ്. എല്ലാതും അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ ക്യാമ്പ്, റോയൽ ഈഗിൾ ക്യാമ്പ് എന്നാണ് പേര്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. എല്ലാതും കഴിഞ്ഞ് നമ്മൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.